ഓടാ. നമുക്ക് രണ്ടാൾക്കും കൂടെ ഒരുമിച്ച് കഴിക്കാം. പിന്നെ ഇവിടെ എല്ലാം കൂടി പൊളിച്ചു മാറ്റാൻ കുറച്ച് ദിവസം കൂടി ഉള്ളൂ. എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാ. മീശയും വെച്ച് പോലീസാന്ന് പറഞ്ഞ് നടന്നാ പോരാ, ചോണ വേണം. മേരി പറ, ഞാൻ എന്താ ചെയ്യണ്ടേ? മേരിക്ക് വേണ്ടി ഞാൻ മരിക്കാൻ വരെ തയ്യാറാ. എന്തൊരൊറ്റ വഴിയേ ഉള്ളൂ. നമുക്ക് രണ്ടുപേർ കൂടെ നാട് വിട്ട് പോയാലോ? അപ്പൊ എന്റെ പോലീസ് ജോലിയോ? ജോലി വേണ്ടെന്ന് എഴുതി കൊടുത്താ കുഞ്ഞൻ ചേട്ടന് കൊറേ കാശ് കിട്ടുന്നു ഞാൻ അന്വേഷിച്ചറിഞ്ഞു. എന്താണിത്? വെള്ളെടുക്കാനും വെക്കാനും കൊടുക്കാനും നാളില്ലേ? എന്താണിത്? ഇന്റെ അഭിപ്രായത്തിൽ എന്റെ ഇളയ പ്രായം വെച്ച് വളരെ സൂക്ഷിക്കണം. എന്തിനാണ് മോനോട് കുഞ്ചാനും കുടിയാൻ നടക്കണേ? പോലീസ് എന്ന് പറഞ്ഞാൽ തന്നെ നാട്ടക്കേസാ. ഈ ചെറ്റായി പരമനാറിയാ. കുറെ കാലായി നമുക്കിന്റെ ശല്യം എടുക്കണ്ടെന്ന് എനിക്കറിയാം കേട്ടോ. ഉണ്ട് ദാദാ, ഞാനൊരു പെണ്ണല്ലേ, പോരാത്തതിന് എന്റെ ജോലി ചെയ്തു. ഇതൊരു കാര്യം ചെയ്യ്, ഒരുങ്ങിക്കോ. എന്തിന് ഒരുങ്ങിക്കോന്ന്? ആ ഓണിങ്ങി ഹംകിനെ പോലല്ല, കണ്ടും തരുന്ന ഒരു ആണാണ് പറയണേ. നമ്മക്ക് ഇവിടെ മുങ്ങാം. എനിക്കും അത് തോന്നാഞ്ഞിട്ടില്ല. ഇതൊക്കെ ആദ്യം പറയാ. പക്ഷെ പൈസയുടെ കാര്യം ഓർക്കുമ്പോഴാ. 1000 രൂപയ്ക്ക് പൈസ ആവുമോ? വേണ്ടി വരും. എന്നാലും എത്ര വേണ്ടി വരും, എവിടെ നിന്നുണ്ടാക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. അതുപോലെ ചെയ്യോ? പിന്നല്ലാതെ. നിന്നോട് ഇത്ര വർത്തമാനം പറഞ്ഞാൽ അത് വിട്ടേക്ക്, പാവം തലയും വാലില്ലാത്തൊരു കാക്ക. പിന്നെ നമ്മള് നാട് വിടും മുമ്പായിട്ടൊരു കാര്യം. ഈ മീശ ചേട്ടന് തീരെ ചേരുന്നില്ല, അതും കൂടി അങ്ങ് എടുത്തേക്കണം. അപ്പൊ എന്റെ പൗരുഷോ? ആ പറഞ്ഞത് മീശയിലാണോ ചേട്ടാ? അല്ല അല്ലേ? എന്നാ മേരിക്ക് വേണ്ടി മീശ എടുത്തേക്കാം.